ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സംഭൂഷനായ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, സെക്രട്ടറി ശ്രീമദ് ശുഭങ്കാനന്ദ സ്വാമികൾ, മുൻ സെക്രട്ടറി ശ്രീ ഋതംബരാനന്ദ സ്വാമികൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഗ്ലോബൽ പ്രവാസി മീറ്റ് 2024 അതിനിന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഉദ്ഘാടന സമയത്ത് നമ്മുടെ ഈ പ്രവാസി സംഗമത്തിൻ്റെ ചെയർമാൻ പറഞ്ഞൊരു വാക്കാണ് എൻ്റെ മനസ്സിലിപ്പോൾ നിൽക്കുന്നത്. ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുമ്പോൾ 5 പേരാണ് ആ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരുന്നത്. ഇന്ന് ഏകദേശം 500 പേരോളം ഇങ്ങനെ ഒരു ചടങ്ങിന് ഇവിടെ എത്തി. അപ്പം അത് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ 500 5 ലക്ഷമായും 50 ലക്ഷമായും ഒക്കെ മാറുന്നത് നമുക്ക് ഭാവിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാസി സംഗമം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ നട്ടെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളാണ്. നമ്മൾ ഏതൊരു സംഘടനകൾ നോക്കിയാലും ഇപ്പം ഇന്ത്യയിലെ പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 3 വിഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർസീസാണ്, സെക്കൻഡ് ജെയിൻസ്, തേർഡ് സിഖ്സ്. ഇപ്പം ജെയിൻസും സിഖും ഇവർ വളരെ മുൻപിലാണ് എല്ലാ കാര്യങ്ങൾക്കകത്ത്. അവർക്ക് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, അവർ വളരെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് ശരിക്കും നമ്മൾ പ്രവാസികളെ കുറിച്ച് പറയുവാണെങ്കിൽ വേൾഡിൻ്റെ ജനസംഖ്യ, ലോക ജനസംഖ്യ 8.6 ബില്യനാണ്. അതിൽ ഓരോ 7 ആളിലും ഒരു പ്രവാസിയുണ്ട്. ഔട്ട് ഓഫ് 7 1 ഈസ് മൈഗ്രന്റ്. ഇപ്പം ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നമ്മൾ പ്രവാസികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50 ലക്ഷം പ്രവാസികളാണ് ഇന്ത്യക്ക് വെളിയിലുള്ളത്. കേരളത്തിന് വെളിയിലുള്ളത് ഏകദേശം 30 ലക്ഷം. ഏകദേശം 80 ലക്ഷം പ്രവാസികൾ മലയാളികളായിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയുടെ കേരളത്തിൻ്റെ മുഴുവൻ ജനസംഖ്യ 3.6 കോടിയാണ്. 3.6 കോടിയിൽ 23% വരുന്ന ശ്രീനാരായണീയർ. ഈ പറയുന്ന 80 ലക്ഷം വരുന്നതിനകത്ത് 20% എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 72 ഒരു 80 ഒരു 90 ലക്ഷം ശ്രീനാരായണീയരെന്ന് ലോകവ്യാപകമായിട്ടുണ്ട്. പക്ഷേ എത്ര ശതമാനം ആൾക്കാർ ഗുരുദേവനെ കുറിച്ചും ശിവഗിരിയോടും അടുത്ത് നിൽക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അവരെ ശിവഗിരിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രവാസി സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അതിന് പ്രധാനമായിട്ടും ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, അല്ലെങ്കിൽ പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക. ശരിക്കും വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഇന്നിവിടെ നമ്മൾ ആദരിച്ചതും ഇന്ന് നമുക്കൊക്കെ ഭക്ഷണം തന്നതുമായ ശ്രീ ടി യേശുദാസ്, അദ്ദേഹം 70 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിത്വമാണ്. 70 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്ന് ശിവഗിരിയുമായിട്ട് അദ്ദേഹത്തിന് അടുക്കാൻ. ഞാനത് ഒരു കുറ്റം പറയുന്നതല്ല, പക്ഷേ അങ്ങനെയുള്ള എത്ര ആൾക്കാരിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അവരെയൊക്കെ അടുപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രവാസി സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അതിനെന്തായാലും നല്ലൊരു തുടക്കമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത മീറ്റിംഗ് 7 മണിക്ക് തുടങ്ങേണ്ടതാണ്. സംഘാടകർ ഒരാൾ എന്നോടൊന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇതിൻ്റെ നന്ദി പ്രകടിപ്പിച്ചിട്ട് തീർത്തണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ആദ്യമായിട്ട് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, എന്തുകൊണ്ടും ഈ ഇങ്ങനെ ഒരു വേദിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ ഉത്തമനായ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ശ്രീ പേരോട് പോയി ഡോക്ടർ വി പി ജത്യരാജ്, ഓക്കെ, വി പി ജത്യരാജ്, അദ്ദേഹത്തിന് ഞാൻ ഈ ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെയും എൻ്റെയും പേരിൽ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പ്രവാസി സംഗമത്തിൻ്റെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്ര ഫിഷറീസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ആൻഡ് മൈനോറിറ്റി അഫയേഴ്സിൻ്റെ മന്ത്രി ശ്രീ ജോർജ് കുര്യൻ, അദ്ദേഹം തിരക്കാണെങ്കിൽ കൂടി ഇവിടെ വന്നു. ഈ ഒരു ചടങ്ങിൽ ആദ്യമായിട്ട് ശിവഗിരിയിൽ ഒരു വലിയൊരു ഫംഗ്ഷൻ അദ്ദേഹം പങ്കെടുക്കുകയാണ്. അത് വളരെ സന്തുഷ്ടനായിട്ടാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഇന്നത്തെ ഈ സ്വാഗത പ്രസംഗം ഇവിടെ ആശംസിച്ച ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ മുൻ സെക്രട്ടറി ശ്രീമദ് ഋതംബരാനന്ദ സ്വാമികൾ, നാരായണ ഗുരുകുലത്തിൻ്റെ ശ്രീമദ് ത്യാഗീശ്വര സ്വാമികൾ,
മുൻ സെക്രട്ടറിയും അരൂപ്ര മഠത്തിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയുമായ ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികൾ, ഗീതം കൺവെൻഷൻ സെന്ററിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ടി യേശുദാസ്, ശ്രീനാരായണ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ശ്രീ പി ശിശുപാലൻ, ഗുരുധർമ്മ പ്രചരണ സഭയുടെ രജിസ്ട്രാർ ശ്രീ KT സുകുമാരൻ, ഇവിടെ ഇപ്പം വളരെ ഹൃദ്യമായും മനോഹരമായൊരു പ്രസംഗം കാഴ്ചവെച്ച ശ്രീ കമൽ M മഖയിൽ, നമ്മൾ രാവിലെ ഇവിടെ ഹോണർ ചെയ്ത മിസ്സസ് നളിനി മോഹനൻ, എല്ലാവരെയും ഞാൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പേരിലും ഈ ഓർഗനൈസേഷൻ ഈ ഒരു പ്രവാസി മീറ്റിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം.